മകളുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. തൻ്റെ മകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പലതവണ ആവർത്തിക്കുമ്പോഴും ഇപ്പോൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ എന്തായാലും പിണറായി വിജയന് ആശ്വസിക്കാനുള്ളതല്ലല്ലോ. തീർച്ചയായിട്ടും ഇപ്പോഴിതാ ഈ SFIOയുടെ കുറ്റപത്രം ഔദ്യോഗികമായി തന്നെ EDക്ക് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ആ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് EDക്ക് കിട്ടുമെന്നാണ് സൂചന. എന്തായാലും ED ഇത് സംബന്ധിച്ചൊരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ SFIOയുടെ കേസ് നമുക്കറിയാം. കമ്പനി ആക്ട് അനുസരിച്ച് കമ്പനി ആക്ടിലെ 447 വകുപ്പ് അനുസരിച്ചുള്ള വഞ്ചനാ കുറ്റമാണ് വീണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്മേൽ ഇപ്പം ഡൽഹിയിലും അതിൻ്റെ പേരിൽ കോടതിയിൽ കേസ് നടക്കുകയാണ്. എന്തായാലും ഈ കേരളത്തിലെ കൊച്ചിയിലെ കോടതിയിൽ നിന്ന് അത് കുറ്റപത്രം സ്വീകരിച്ച് വീണയ്ക്ക് സമൻസ് അയക്കാൻ നല്ല സാധ്യതയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴിതാ ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടത് കൈമാറാൻ കോടതി നിർദ്ദേശം കൂടി പുറത്തു വന്നതോടുകൂടി ഇനി കേസ് നേരിട്ട് EDക്ക് ഏറ്റെടുക്കാം. EDക്ക് ഏറ്റെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അവർ സമൻസ് അയച്ച് വീണയെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരിട്ടെത്തി സമൻസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കാം. കാരണം അതീവ ഗുരുതരമായ മറ്റ് ചില കണ്ടെത്തലുകൾ കൂടി ഈ SFIO നടത്തിയിട്ടുണ്ട്. അത് കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ ആ പരാമർശങ്ങളിലൊക്കെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ EDക്ക് സാധിച്ചേക്കും, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് സാധിച്ചേക്കും. കാരണം ഈ അബുദാബി തുടക്കം മുതൽ തന്നെ പിണറായി വിജയൻ പറയുന്നത് തന്നെ മകളിലൂടെ തന്നെ വേട്ടയാടാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത്. മകളുടെ പേരിൽ ഒരു കുറ്റവുമില്ല, ഒരു തെളിവുകളുമില്ല. അങ്ങനെ ഒരു കുറ്റവും തെളിവുകളും ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നും എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നത്? അവർ അത് ശേഖരിക്കുന്നു, കോടതിയിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. അതിലെല്ലാം വാസ്തവമുള്ളതായി കോടതി തന്നെ പലതവണ വിലയിരുത്തുന്നു. അപ്പോൾ ഇതാരാണ് കള്ളം പറയുന്നത്? ഇതിനകത്ത് വളരെ വ്യക്തമല്ലേ? കോടതിയുടെ മുന്നിൽ പ്രാഥമിക തെളിവുകളെങ്കിലും എത്താതെ കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമോ? ഒരു കുറ്റപത്രം സമർപ്പിച്ച കുറ്റപത്രം പ്രാഥമിക വിലയിരുത്തലിന് ശേഷം അതിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പില്ലെങ്കിൽ കോടതി അത് പരിഗണിക്കുമോ? അത് തള്ളിക്കളയില്ലേ? അങ്ങനെ ഒരു കുറ്റപത്രം നിലനിൽക്കുമോ കോടതിയിൽ? അത് കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത്തരത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴമ്പില്ലാത്തൊരു കുറ്റപത്രം ഏതെങ്കിലും ഒരു കോടതിയിൽ സമർപ്പിക്കുമോ? അങ്ങനെ സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കും? അതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. അപ്പോൾ ഇതൊക്കെ വെറുതെ ഈ പൊറാട്ട് നാടകം കളിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം പറയാറുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ പേടിക്കേണ്ടെന്ന്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കുന്നു? ഇത് മകളെയല്ല എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഞാനാണ് ലക്ഷ്യം എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ രക്തത്തിനായാണല്ലേ ദാഹിക്കുന്നത്, അത് രക്തനായ കിട്ടില്ല. അതെ, അത് ഈ കോടതി പിന്നെ കേരളത്തിലെ കൊതുകുകൾ പോലും പിണറായി വിജയൻ്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വയം മരിക്കാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, EDയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് ക്ലിഫ് ഹൗസ് ആയാലും മറ്റേതെങ്കിലും ഇടമാണെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വന്നെത്താൻ. അവർ വളരെ പെട്ടെന്ന് തന്നെ വന്നെത്തും, ചോദ്യം ചെയ്യും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല എങ്കിൽ അവർ അറസ്റ്റിലേക്ക് കടക്കും. ഇതിപ്പോൾ വീണയെ സംബന്ധിച്ച് ഈ SFIOയുടെ ഈ പറയുന്ന മാസപ്പടി കേസ്, ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, വാസ്തവത്തിൽ അത് മാസപ്പടിയല്ല, ഈ AMCക്ക് വേണ്ടി കൊടുത്ത തുകയാണ്. അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഇതിനകത്തുണ്ട്. കാരണം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഇടപാടുകൾ, അവിടേക്ക് വന്നിരിക്കുന്ന വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം, അത് വീണയും മറ്റൊരാളും ഒരു ജോയിൻ്റ് അക്കൗണ്ടാണ്. അത് മുൻ ഭർത്താവാണെന്ന് പറയപ്പെടുന്നു. നമുക്കത് കൃത്യമല്ല, വ്യക്തമല്ല. എന്തായാലും ആ ബാങ്കിലെ ഒരു ജീവനക്കാരനാണ് ഈ വിവരങ്ങൾ തെളിവ് സഹിതം അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയത്, അത് പുറത്തുവിട്ടത്. ആ ജീവനക്കാരനെ ആ ബാങ്ക് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ആ ജീവനക്കാരനെ കൃത്യമായിട്ട് SFIOയും EDയും എല്ലാം ജീവനക്കാരനെ സമീപിക്കുകയും അയാളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ വളരെ ശക്തമാണ്. ഇതൊന്നും ഇപ്പോൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല, വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയ ഒരു അന്വേഷണ ഏജൻസി സമീപിക്കുമ്പോൾ ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത് മകളെയല്ല എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും വിലപ്പോകുമോ? അതിന് നിലനിൽപ്പുണ്ടാകുമോ? അതൊക്കെ വെറും ബാലിശമായ ചെറുത്തുനിൽപ്പാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, EDയുടെ കയ്യിലേക്ക് കേസ് എത്തപ്പെട്ടാൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. കാരണം അവരെ സംബന്ധിച്ച്
നമുക്കറിയാം അവർ ഇതുവരെയുള്ള എല്ലാ കേസിലും എങ്ങനെയാണ് അന്വേഷിച്ചിട്ടുള്ളതെന്നും മുന്നോട്ട് പോയിട്ടുള്ളതെന്നും അറിയാം. പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി നടപടികൾ വൈകുന്നതിന് കുറ്റക്കാർ ED അല്ല. ഇപ്പോൾ നമുക്ക് റോബർട്ട് വാദ്രയുടെ കേസിൽ അറിയാം, രണ്ടാമത്തെ സമൻസ് കിട്ടിയിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ അവിടെ ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട്. അതുപോലെ വീണയ്ക്കും അവർ ആദ്യം സമൻസ് കൊടുത്തേക്കും. ഒരു പക്ഷേ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണെങ്കിൽ അവർ നേരിട്ട് തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ എത്തും എന്നുള്ളതാണ്. എന്തായാലും ക്ലിഫ് ഹൗസിൽ സ്ഥിതി അന്തരീക്ഷം അത്ര പന്തിയല്ല. വളരെയധികം വിഷമത്തിലും ബുദ്ധിമുട്ടിലും ദുഃഖത്തിലുമാണ് വീണയും വീണയുടെ കുടുംബവും. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇനി മറ്റൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. വീണ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എവിടത്തതാണ്? AKG സെൻറ്ററിൻ്റെതാണ്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത്? വീണയ്ക്ക് എന്താ വേറൊരു അഡ്രസ്സും കൊടുക്കാനില്ലേ? അത്ര ദരിദ്രമായൊരു ചുറ്റുപാടിലാണോ വീണ കഴിയുന്നത്? നമ്മളാണെങ്കിൽ പോലും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വാടക വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കും അല്ലേ? ഇത്തരം കാര്യം, ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് പോലും നമുക്ക് വാടക വീടിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് വാടക രസീത്, വാടക ചീട്ട് എന്ന് പറയുന്നതിൻ്റെ കോപ്പി കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ഇത്തരം രജിസ്ട്രേഷനൊക്കെ അത് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്? നാൾ കഴിഞ്ഞ് വഖഫ് മോഡൽ, അതെ, ഇത് AKG സെന്റർ ഞങ്ങളുടേതാണെന്ന് പറയുമോ? അങ്ങനെയാണോ ഇവരുടെ പിണറായിയുടെ കുടുംബത്തിന്റെ അവകാശവാദം? അങ്ങനെ പോകുമോ? എന്തായാലും സംഗതികളൊന്നും അത്ര പന്തിയല്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ED നീക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പരിണിത ഫലം വളരെ ദുഃഖകരമായിരിക്കും പിണറായിയുടെ കുടുംബത്തിന്. പിണറായിക്ക് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. വീണയുടെ അച്ഛൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഭർത്താവ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഭാര്യയ്ക്കെതിരെ നിയമ നടപടി വന്നാൽ ഭർത്താവ് രാജിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ മകൾക്കെതിരെ നിയമ നടപടി വന്നാൽ അച്ഛൻ രാജിവെക്കേണ്ടി വരും. കേസ് അങ്ങനൊരു മാനത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ വീണ ഒരു ഇരയാണോ, ചൂണ്ടയിൽ കൊരുത്തിരിക്കുന്ന ഇരയാണോ എന്ന് പോലും സംശയിക്കാം. കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി നടന്നതെങ്കിൽ സംഭവിക്കുക മറ്റൊന്നാണ്. വീണയിലൂടെ അവർ നേരെ പിണറായി വിജയനിലേക്ക് എത്തും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്ക് എത്തും അന്വേഷണം എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നത്, കോടതി വളരെ കൃത്യമായി അതിൻ്റെ ചുമതല നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. കൃത്യമായിട്ടും അവർ ED ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ പകർപ്പ്, SFIOയുടെ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൈമാറാൻ അനുമതി കൊടുത്തിരിക്കുന്നു. അത് വൈകാതെ തന്നെ ആ കുറ്റപത്രം EDയുടെ കയ്യിലേക്ക് വരും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും നമുക്കറിയാം, വീണ SFIOയുടെ കേസിൽ 11ാം പ്രതിയാണ്. പക്ഷേ EDയുടെ കേസിൽ എത്രാം പ്രതിയാകും എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. ED അന്വേഷണം വളരെ കൃത്യമായിട്ടും വെറും ഒരു മാസപ്പടിയോ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റോ അല്ല ED അന്വേഷിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇത്രയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? അത് ഈ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുന്നത് പോലെയാണ്. ഞാൻ മുഖ്യമന്ത്രിയാണ്, എൻ്റെ സ്വാധീനം ഇത്രയൊക്കെ ഉണ്ട്, എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ട്, ഒരു വലിയ പാർട്ടി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പുറകിലുണ്ട് എന്നൊക്കെയുള്ള ധൈര്യമാണ്. അതൊന്നും വിലപ്പോകില്ല. കോടതികളിൽ അവർക്ക് പണ്ടേ കോടതികളെ വിശ്വാസമില്ല. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോടതികളെയല്ല, അവർ ബൂർഷ്വാ കോടതികളെന്നാണ് വിശേഷിപ്പിക്കാറ്. എന്തായാലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ, ഭരണഘടന, ഇതിനോടൊക്കെ കൂറുള്ളവർക്കേ അതിനെ ഭയവും ഉണ്ടാവുള്ളൂ. അതിനോട് കൂറില്ലാത്തവർക്ക് അതിന്മേൽ ഒരു ഭയവും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈ രാഷ്ട്രീയം കളിച്ച് അധികാരം പിടിച്ച് പണമുണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് ആർക്കും ഈ പറയുന്നത് പോലെ ഭരണഘടനയോടോ രാജ്യത്തിനോടോ എന്തെങ്കിലും കൂറോ പ്രതിബദ്ധതയോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തൊക്കെ ആത്മവിശ്വാസം കാണിച്ചാലും പ്രകടിപ്പിച്ചാലും ശരി, ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ SFIOയുടെ കേസിൽ 11ാം പ്രതിയാണെങ്കിൽ ED എടുക്കാൻ പോകുന്ന കേസിൽ വീണ എത്രാം പ്രതിയാകും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ EDയുടെ ഇന്ന് കുറ്റപത്രം EDയുടെ കയ്യിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി കിട്ടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളെല്ലാം അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഈ കുറ്റപത്രം കോടതി SFIOയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് EDയുടെ കൈവശം വന്നു ചേരും. അങ്ങനെയാണെങ്കിൽ EDയുടെ നടപടി എന്താണ്? വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണോ, അതോ നേരിട്ട് ക്ലിഫ് ഹൗസിലെത്തുമോ, അതോ വീണ ഇപ്പോൾ സ്ഥലത്തില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നൊക്കെയാണ് വിവരങ്ങൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്, രാജ്യത്തു നിന്ന് മുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ മാർഗങ്ങളെല്ലാം ഒതുക്കി
അതെല്ലാം പഴുതടച്ച ഒരു നീക്കമായിരിക്കും ഈ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.